ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ്. മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്നീ വിവിധ പേരുകളിലും അറിയപ്പെടുന്നു. ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ പിറന്നത് എന്നാണ് വിശ്വാസം. അതുമാത്രമല്ല, ലോകത്തിലെ നന്മയ്ക്ക് അപചയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ചതെന്നാണ് വിശ്വാസം. മധുരയിലെ രാജകുടുംബത്തിലെ വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനായാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. അധികാരമോഹിയായ ദേവകിയുടെ സഹോദരൻ കംസൻ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും തടവിലാക്കുന്നു. എന്നാൽ ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്ന അശരീരി കംസനെ വല്ലാതെ ഭയപ്പെടുത്തി. തുടർന്ന് ദേവകി പ്രസവിച്ച 6 കുട്ടികളെയും കംസൻ നിഷ്കരുണം വധിച്ചു. 7ാമത്തെ പുത്രനായ ബലരാമൻ്റെ ഗർഭം ദേവകിയുടെ ഉദരത്തിൽ നിന്നും രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു. അലറിപ്പെയ്യുന്ന പേമാരിക്കും ആടിത്തിമിർത്ത കൊടുങ്കാറ്റിനുമിടെ രോഹിണി നാളിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ജനിച്ചു. എന്നാൽ കൃഷ്ണൻ്റെ ജനനം നടന്ന ഉടൻ തന്നെ വസുദേവർ അമ്പാടിയിലുള്ള നന്ദഗോപരുടെയും യശോദയുടെയും അടുത്ത് കുട്ടിയെ എത്തിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അമ്പാടിക്കണ്ണൻ എന്നും അറിയുന്നത്. ജീവിതമെന്ന മഹാപ്രവാഹത്തെ ഒരു മന്ദസ്മിതത്തോടെ വശത്താക്കാമെന്നും തിന്മയുടെ പുകപുരണ്ട നിഷേധഭാവങ്ങളെ ചെറുപുഞ്ചിരിയിൽ അതിജീവിക്കാമെന്നും സമസ്ത മാനവരാശിയെയും പഠിപ്പിച്ച യുഗാതീത വിസ്മയമാണ് വൃന്ദാവന കണ്ണൻ. ഗോപന്മാരും ഗോപികമാരും ഗോകുലവും പുനർജനിക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ ദിവസം കാണാൻ സാധിക്കും. അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. വ്രതശുദ്ധിയുടെ നിറവിൽ മനസ്സിലും ചുണ്ടിലും കൃഷ്ണമന്ത്രം ഉരുവിട്ടുകൊണ്ട് ഭഗവാന്റെ ലീലകളെ അനുസ്മരിപ്പിക്കുന്ന ഉണ്ണിക്കണ്ണന്മാരും ഗോപികാഗോപന്മാരും അണിനിരക്കുന്ന ശോഭായാത്രകൾ കേരളത്തിൻ്റെ പരമ്പരാഗത ആഘോഷങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ഞങ്ങളും ആഘോഷിച്ചു ശ്രീകൃഷ്ണൻ്റെ ഈ പുണ്യജന്മദിനം.